ഈ നിമിഷം അച്ഛന്റെ ആത്മാവ് സന്തോഷം കൊണ്ട് ചിരിക്കുന്നുണ്ടാവും. എന്റെ മോള് ചെല്ല്, അച്ഛന്റെ അടുത്ത് ചെന്ന് ഒന്ന് പ്രാർത്ഥിക്ക, ദക്ഷിണ കൊടുക്ക. ഒരിക്കലുമില്ല. അവളുടെ ഒരു സങ്കടവും അവളെ ഞെറിച്ചിട്ടുമില്ല. എന്റെ സന്തോഷമായിരുന്നു അവൾക്ക് ഏറ്റവും വലുത്. മരണത്തിൽ പോലും അവളെ വാക്ക് പാലിച്ചു. ചുമ്മാ സീൻ സെൻഡി ആക്കല്ലേ സുമാര മാഷേ. അതുകൊണ്ടിപ്പോ എന്താ, എന്നെ പോലൊരു മോളെ കിട്ടിയില്ലേ? അതെ അതെ, അതൊരു വല്ലാത്ത ചതിയായി പോയി. അയ്യോ പെണങ്ങല്ലേ, അച്ഛൻ ചുമ്മാ പറഞ്ഞല്ലേ. മുളക്കറി ഇത്തിരി കൂടി ഒഴിച്ചു തന്നെ. ഇന്നിനി ചോറുമില്ല കറിയുമില്ല, ചതിയാണ് പോലും. നീ എന്താ കാണിക്കുന്നേ? പാതി വയറെ നിറഞ്ഞുള്ളൂ, കുറച്ചു കൊടുത്താ. ആ ഇന്ന് ഇത്രയൊക്കെ നിറഞ്ഞാ മതി. പാതി വയറ് നിറഞ്ഞത് തന്നെ ധാരാളം. എന്നെ കുറ്റം പറഞ്ഞല്ലേ പച്ച വെള്ളം ഞാൻ തരില്ല. എങ്ങനെയുണ്ട്? കൊഴപ്പില്ല. തൽക്കാലം ഉള്ളത് കൊണ്ട് ഓണം പോലെ, അല്ലാതെ എന്ത് ചെയ്യാനാ. പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട്? ഇതൊന്നുമില്ലെങ്കിലും ആ പയ്യന് നിന്നെ ഇഷ്ടപ്പെടും. ഓഹോ, എന്നാര് പറഞ്ഞു? ആ ചെക്കൻ ഫോൺ വല്ലതും ചെയ്ത് പറഞ്ഞു? തമ്മിൽ കണ്ടാൽ മുഖം തിരിക്കുന്നത് പോലെ. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും മുഴുവനായിട്ടങ്ങ് മാറിയിട്ടില്ല. ഇനി ഇവര് തമ്മിലും കൂടി അങ്ങനെ ആയാ എനിക്കത് സഹിക്കില്ല. അതെ മോളെ, അച്ഛന് പ്രായമായി. പഴയ മനക്കെട്ടിയൊന്നും അച്ഛനിപ്പ ഇല്ല. അച്ഛൻ വിഷമിക്കരുത്. ഞാൻ കാരണം എന്റെ അച്ഛന്റെ കണ്ണു നിറഞ്ഞ ഒരു ഈശ്വരനും എന്നോട് പൊറുക്കില്ല. മാണിക്യമംഗലത്ത് ഇന്നലെ വരെ എന്തിനും ഏതിനും നിങ്ങൾ 4 പെണ്ണുങ്ങളും ഒരുമിച്ചായിരുന്നു. വിരോധം ഇല്ലെങ്കിൽ എന്നെ കൂടെ ആ കൂട്ടത്തിൽ ചേർത്തൂടെ? ചത്തു കൂടെ നിൽക്കാൻ ഞാൻ ഒരുക്കുക. മോളെ മാപ്പ്, മോളെ മാപ്പോ? എന്നോടോ? ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ. ഇതാ മോളെ, നല്ല ചൂട് കട്ടന, കുടിച്ചോ. ഞാൻ പോയിട്ടെന്നേലോ അച്ഛാ. എന്തിന്? കട്ടൻ ചായ ഇടാൻ പോയി പോലും സമയം കളയാതെ പഠിക്കണം. ഒരു സെക്കൻഡ് പോലും പാഴായി കളയാതെ പഠിക്കണം. അതെ, സമയം എന്തായെന്നറിയോ? ഇനിയും കട്ടൻ ചായ കുടിപ്പിച്ച് മരുമോളെ ഇരുത്തി പഠിപ്പിക്കാനാണോ ഉദ്ദേശം? ഇതെന്താ നിസ്സാര പഠിത്തമാണെന്നാ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? IAS. നാളെ കളക്ടറായി ഈ നാട് ഭരിക്കേണ്ട പെണ്ണ.
ഈ ഇരിക്കുന്ന എന്റെ മരുമകള്. ഓഹോ, എന്റെ മാത്രം മരുമകളോ? അതല്ലടി ഭാര്യ, നമ്മുടെ മരുമകള്. നമുക്ക് അന്തസ്സായി പറഞ്ഞു നടന്നൂടെ ഒരു കളക്ടറുടെ അമ്മാവനും അമ്മായിയാണെന്ന്? അതേ മോളെ, പരീക്ഷയ്ക്ക് പോകുമ്പോ അച്ഛന്റെ ഒരു പേന ഇരിപ്പുണ്ട് ഇവിടെ, അതെടുത്തോണ്ട് പോ മോളെ. നല്ല ഭാഗ്യമുള്ള പേന. എങ്കി പിന്നെ മാറ്റമില്ല. ഞാൻ പരീക്ഷയ്ക്ക് പോകുമെങ്കിൽ അത് അച്ഛന്റെ പേനയും കൊണ്ട് തന്നെയായിരിക്കും.